Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള 3 മാസം 90 ദിവസം നമ്മുടെ പ്രിലിംസിന് വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ സ്ട്രാറ്റജി തയ്യാറാക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റിന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എങ്ങനെ നല്ലൊരു പ്ലാനിങ്ങും സ്ട്രാറ്റജി ഉണ്ടാക്കിക്കൊണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്താൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഞാൻ വ്യക്തമായിട്ട് ഇന്ന് പറയുന്ന സ്ട്രാറ്റജി വെച്ചുകൊണ്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. അത് ഡെയിലി 8 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾക്ക് പഠനവുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന ടോപ്പിക്കുകൾ വ്യക്തമായിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ സ്ട്രാറ്റജി പ്രകാരമുള്ള ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓൾറെഡി 2 ക്ലാസ് പൊളിറ്റിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് നിങ്ങൾ കണ്ടു നോക്കാവുന്നതാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള UPSCയുമായിട്ടും KS-ഉമായിട്ടും ബന്ധപ്പെട്ട ഡെയിലി വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ഇൻക്ലൂഡിങ് ലൈവ് വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ രൂപത്തിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ വരുന്ന പ്രിലിംസിൽ നമുക്കറിയാം 90 ദിവസമാണുള്ളത്. 3 മാസം എന്ന് പറയുമ്പോൾ ആ 3 മാസം നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ ഷെഡ്യൂൾ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ പ്ലാനിങ്ങിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, പഠിക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ 3 മാസത്തിൽ നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി മെയിൻസിന് വേണ്ടി മറ്റും പഠിച്ചു കഴിഞ്ഞ സബ്ജക്റ്റുകൾ അഥവാ ആ സബ്ജക്റ്റുകൾ പ്രിലിംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രിലിംസിനെ കൂടുതൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലുള്ള റിവിഷൻ പഠനമാണ്. ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ സബ്ജക്റ്റും പ്രധാനമായിട്ടും വരുന്ന സബ്ജക്റ്റുകളായിട്ടുള്ള ജോഗ്രഫി, ഹിസ്റ്ററി, ആൻഷ്യൻ്റ് മിഡീവൽ, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ, പൊളിറ്റി, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റ്, ദെൻ കറണ്ട് അഫെയർസ്, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഗവൺമെൻറ് സ്കീമുകൾ തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു 3 പ്രാവശ്യമെങ്കിലും റിവിഷൻ ചെയ്ത് വരുന്ന രീതിയിലാണ് നിങ്ങൾ ഒന്നാമതായിട്ട് പ്ലാനിങ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലസ് ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ്, സബ്ജക്റ്റ് റിവിഷൻ വരുന്ന ക്വസ്റ്റ്യൻസ്, ഓരോ സബ്ജക്റ്റും മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറുകളെങ്കിലും, അഥവാ 3 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു 300 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യാണ്, ഓരോ സബ്ജക്റ്റും നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ ക്വസ്റ്റ്യൻസ്, സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിനുള്ള പ്ലാനിങ്ങുകളുടെ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് റിവിഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫുൾ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകളാണ്. ഒരു 15 ഫുൾ ടെസ്റ്റുകളെങ്കിലും അത് ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങുന്നുണ്ട്. ഒരു 3-4-5 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 15 മോക്ക് ടെസ്റ്റുകൾ, ഫുൾ ടെസ്റ്റുകളെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വരുന്ന 2 മാസം, അവസാനത്തെ ഒരു മാസം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ വരുന്ന 2 മാസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങളുടെ മെയിൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചു വെച്ച മെയിൻസ് റിവിഷൻ ചെയ്യാനോ അല്ലെങ്കിൽ തീരെ മെയിൻസ് കവർ ചെയ്യാത്ത ഏരിയകൾ കുറച്ചൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയോ ഡെയിലി ഒരു 2 മണിക്കൂർ മെയിൻസ് സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ഓപ്ഷൻ സബ്ജക്റ്റുകളും പഠിക്കാൻ ഓരോരോ മണിക്കൂർ വീതം, ടോട്ടൽ 2 മണിക്കൂർ വീതം അതിനുവേണ്ടി 2 മാസം ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇനി പ്രിലിംസ് നല്ല പേടിയുള്ള ആളുകളാണെങ്കിൽ അടുത്ത മാസം മുതലൊക്കെ ലാസ്റ്റ് 2 മാസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിലിംസിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അവസാനം ഒരു മാസം മാക്സിമം പ്രിലിംസിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ 5ാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അവസാനത്തെ ഒരു 15 ദിവസം നിങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ ലാസ്റ്റ് 2013 മുതൽ പുതിയ മോഡലിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് കറക്റ്റ് ടൈം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. കാരണം അത് ചെയ്യുന്ന സമയത്ത് ഒരു 8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള UPSCയുടെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നതാണ്. അതേ പാറ്റേൺ നിങ്ങൾക്ക് അടുത്ത വർഷം പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതുമ്പോൾ, അതോ ഈ വർഷത്തെ എക്സാം എഴുതുമ്പോൾ ഈസി ആയിട്ട് UPSC എങ്ങനെയാണ് ചോദിക്കുക, ഏതാണ് ആൻസർ വരാൻ സാധ്യതയുള്ളത്, എലിമിനേഷൻ ടെക്നിക്കുകളൊക്കെ നിങ്ങൾ അതിലൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ 2 വർഷമായിട്ട് സിസാറ്റ് കുറച്ച് ടഫായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സിസാറ്റിൽ പല ആളുകളും സിസാറ്റിൽ മാത്രം ഫെയിലായ ആളുകളുണ്ട്. അപ്പോൾ അതിനു വേണ്ടി സിസാറ്റിന് മാത്സ് പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ, ഇംഗ്ലീഷ് പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ഈ 3 മാസം അല്ലെങ്കിൽ ഈ 2 മാസം, അവസാനം വരുന്ന 2 മാസം നിങ്ങൾ സിസാറ്റിന് വേണ്ടി നന്നായിട്ട് എന്ത് ചെയ്യണം, ഒരു പഠനം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സിസാറ്റ് എടുത്ത് നോക്കുക. അതുപോലെ തന്നെ സിസാറ്റിൻ്റെ മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളുടെ സിസാറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നത്,
ഇനി നിങ്ങൾക്ക് ഈ 90 ദിവസം നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പഠിക്കാവുന്ന സബ്ജക്റ്റുകൾ, ഓരോ സബ്ജക്റ്റുകളും അതിൽ തന്നെ സബ്ജക്റ്റുകൾ ടോപ്പിക്കൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഞാനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സ്ക്രീനിൽ കാണിക്കാം. ആ സ്ട്രാറ്റജിയുടെ PDF ഞാൻ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ടെലിഗ്രാം ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താണ് അവൈലബിൾ ആണ്. അവിടെ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്ത് എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രിലിംസ് കില്ലർ എന്നുള്ള ഈ ലാസ്റ്റ് 90 ദിവസത്തെ പെയ്ഡ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഫ്രീ പ്രോഗ്രാം നടക്കുന്നത് ടെലിഗ്രാം നമ്മുടെ യൂട്യൂബിലൂടെയാണ്. യൂട്യൂബ് ലൈവായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ആ ലൈവ് നടക്കുന്നതിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കാം. നമുക്ക് അതിലേക്ക് പോകാം. അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞ ഈ 90 ദിവസത്തെ സ്ട്രാറ്റജി നമ്മുടെ ഒരു പ്രിലിംസ് കില്ലർ റിവിഷൻ ഷെഡ്യൂൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രീ ക്ലാസ് ആണ്, യൂട്യൂബ് ലൈവ് ആണ് നടക്കുന്നത്. ഈ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ ഇത് ഓരോ ഏരിയാസ് റിവിഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഈ സ്ട്രാറ്റജി എടുത്തുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ടോപ്പിക്കുകൾ അതിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കാവുന്നതാണ്. ഷെഡ്യൂൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് സബ്ജക്റ്റ് ഡേ, 90 ദിവസത്തെ ഡേ എന്നുള്ള രീതിയിൽ, പിന്നെ സബ്ജക്റ്റ് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇത് ടിക്കറ്റ് ആണല്ലോ, നിങ്ങളുടെ ലൈവ് ക്ലാസ് കണ്ടുകൊണ്ടാണ് പഠിക്കുന്നത്. ലൈവ് ക്ലാസ് ടിക്കറ്റ് ആണ്. റിവിഷൻ 1, 2, 3 എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് 1, 2, 3 റിവിഷൻ നടക്കുക എന്നുള്ള രീതിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ തന്നെ അതിന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് 1, 2, 3 ടെസ്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ടിക്കറ്റ് എന്ന രീതിയിലാണ് ഈ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ അതിൽ നമ്മൾ ഒന്നാമത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിയാണ്. ഇത് ഞാൻ ക്ലാസ്സും പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ക്ലാസ് ആണെങ്കിൽ പൊളിറ്റിയാണ് വരുന്നത്. പൊളിറ്റിയുടെ ഒരു 9 മുതൽ 10 ക്ലാസ് വരെയാണ് ഈ ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടത്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, സാലന്റ് ഫീച്ചേഴ്സ്, പ്രിയാമ്പിൾ, ഈ ടോപ്പിക്കുകളാണ് പൊളിറ്റിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ. ഓക്കെ, ജസ്റ്റ് ഈ ടോപ്പിക്കുകൾ നോക്കിയാൽ മതി. അപ്പൊ അതിൽ 9 ക്ലാസ് വരെ ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതോടുകൂടി ഏകദേശം പൊളിറ്റി ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സിസാറ്റിന്റെ ഒരു ടോപ്പിക്കാണ് കൊടുത്തത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ കൊടുക്കുക. സിസാറ്റിന് നമുക്ക് ഒരു 10 ക്ലാസ് കൊടുക്കുന്ന രീതിയിലാണ്. സിസാറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ നിർബന്ധമായിട്ട് കവർ ചെയ്യേണ്ട ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ നിങ്ങൾ ടോപ്പിക്കൽ ഇന്റീരിയർ ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ജിയോമർഫിക് മൂവ്മെന്റ്, ടെക്ടോണിക്സ്, കൺവെർജൻ ബൗണ്ടറി, ഡൈവേർജൻ ബൗണ്ടറി, ക്ലാസിഫിക്കേഷൻ ഓഫ് മൗണ്ടൻസ്, പിന്നെ ജോഗ്രഫി 2 രണ്ടാമത്തെ ക്ലാസ് വോൾക്കാനിസം, എർത്ത് സുനാമി, സോയിൽ ഇറോഷൻ, അങ്ങനെ തുടങ്ങിയിട്ട് ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട എല്ലാ ടോപ്പിക്കുകളും കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ക്ലാസ് കൊണ്ട് നമ്മൾ ജോഗ്രഫി നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. പിന്നെ സിസാറ്റ് രണ്ടാമത്തെ ക്ലാസ്. പിന്നെ എൻവിയോൺമെന്റ് നിങ്ങൾ കവർ ചെയ്യുന്ന മറ്റൊരു കാര്യം, എൻവിയോൺമെന്റ് ടോപ്പിക്കൽ, എൻവിയോൺമെന്റ്, ഹാബിറ്റാറ്റ്, എക്കോസിസ്റ്റം, എക്കോളജി, അങ്ങനെ തുടങ്ങിയിട്ട് എൻവിയോൺമെന്റിന്റെ ഒരു ഏകദേശം ഒരു 7 ക്ലാസ്സോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8 ക്ലാസ്സോട് കൂടി എൻവിയോൺമെന്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അത് 8 ദിവസം എടുത്ത് കവർ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് റിവിഷന് വേണ്ടി നിങ്ങൾക്ക് ലൈവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങളുടെ നോട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അതിൽ കവർ ചെയ്യുക. അതിന്റെ കൂടെ റിവിഷനും അതുപോലെ തന്നെ ടെസ്റ്റും ചെയ്ത് ഉറപ്പുവരുത്തുക. പിന്നെ വരുന്ന എക്കണോമി ടോപ്പിക്കാണ്. എക്കണോമിയിൽ മണി ഡിമാൻഡ്, സപ്ലൈ, ക്രിയേഷൻ, മോണിറ്ററി പോളിസി, ക്ലാസിഫിക്കേഷൻ, ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ്, ബാങ്ക്, സെബി, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അങ്ങനെ തുടങ്ങിയിട്ട് എക്കോണമിയുടെ ഏകദേശം നമ്മുടെ ടോപ്പിക് വരുന്നത് ഏകദേശം ഒരു 7 ക്ലാസ്സോട് കൂടി എക്കണോമി കവർ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്ത് ചെയ്യാതെയോ അല്ലെങ്കിൽ ഒരു വീക്കോ അല്ലെങ്കിൽ അതിലേറെ കൂടുതലോ ക്ലാസ് എടുത്തുകൊണ്ട് ഈ ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും റിവിഷൻ പ്ലസ് കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് കവർ ചെയ്യാൻ മറ്റൊരു ടോപ്പിക്കാണ് തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള NCERT ആണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഹിസ്റ്ററിയുടെ +2 ആണ്. അതിൽ 3 തീം നിങ്ങൾ കവർ ചെയ്യണം നിർബന്ധമായിട്ടും. ഹാർപ്പൻ സിവിലൈസേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏർലി സൊസൈറ്റീസ്, കൾച്ചർ ഡെവലപ്മെന്റ്, അങ്ങനെ തീംസ് ഇൻ ഹിസ്റ്ററി NCERTയുടെ ഈ 3 തീമുകളും. ഓക്കെ, അതുപോലെ തന്നെ അത് നമ്മൾ 4 ക്ലാസ് ആയിട്ടാണ് കവർ ചെയ്യുന്നത്. മിഡീവലും ആൻഷ്യന്റും കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് മോഡേൺ ഇന്ത്യയിൽ വരികയാണെങ്കിൽ അഡ്വന്റ് ഓഫ് യൂറോപ്യൻ മുതൽ എവ് ഓഫ് ദി ബ്രിട്ടീഷ് കോൺക്വസ്റ്റ്, എക്സ്പാൻഷൻ, അവരുടെ പീപ്പിൾസ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ. ഈ ടോപ്പിക്ക് ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നില്ല. ഈ ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും കവർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊരു 8 ക്ലാസ് കൊണ്ടാണ് മോഡേൺ ഹിസ്റ്ററി കവർ ചെയ്യുന്നത്. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് പെയിന്റിങ്, അതുപോലെ തന്നെ തുടങ്ങി കേവ് പെയിന്റിങ്, മിനിയേച്ചർ പെയിന്റിങ്, അങ്ങനെ തുടങ്ങിയുള്ള പെയിന്റിങ് ഏരിയാസ്, അതുപോലെ തന്നെ മധുര സ്കൂൾ, ഗാന്ധാര സ്കൂൾ, സ്കൾപ്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യണം. നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ ഏകദേശം ഒരു 4 ക്ലാസ് കൊണ്ടാണ് ആർട്ട് ആൻഡ് കൾച്ചർ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങൾ ആ ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, അതിൽ NCERTയുടെ +1 +2 സെലക്ടഡ് ചാപ്റ്റേഴ്സ്, ബയോടെക്നോളജി, ഡിഫൻസ്, സ്പേസ്, ന്യൂക്ലിയർ, IT തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കവർ ചെയ്യേണ്ടത്. നമ്മൾ 5 ക്ലാസ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്. ഈ ടോപ്പിക്കിനെ കാണിച്ചത് ഏകദേശം ആ രീതിയിൽ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, 2 റിവിഷൻ വരും. ഒന്ന് ലൈവ് നമ്മുടെ ക്ലാസ്, പിന്നെ അടുത്തൊരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം കൂടി റിവിഷൻ ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ടെസ്റ്റുകൾ ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്ത സബ്ജക്ട് ടെസ്റ്റുകളാണെങ്കിൽ ഇവിടുന്ന് ഫുൾ ടെസ്റ്റുകൾ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അത് മാക്സിമം കിട്ടുന്ന ഫുൾ ടെസ്റ്റുകൾ കവർ ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, 2013 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, അതിന്റെ ഭാഗമായിട്ട്
കവർ ചെയ്യാൻ 2013-2021 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അത് കറക്റ്റ് ടൈമിൽ തന്നെ ഇരുന്ന് ചെയ്യുക. അതുപോലെ തന്നെ സിസാറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഈ സ്ട്രാറ്റജിയുടെ PDF ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇനി ഈ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ എന്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ് നടക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന അതേ സ്ട്രാറ്റജി തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ലൈവ് ക്ലാസ് ഫ്രീ ആയിട്ട് യൂട്യൂബിലാണ്. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് ക്ലാസ് വരുന്നത്. 8 PM മുതൽ 10 മണി വരെയാണ്. 8 to 9:30 വരെ ഈ ക്ലാസ്സും അതുപോലെ തന്നെ 9:30 മുതൽ 10 മണി വരെ നമ്മുടെ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഡെയിലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 20 ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് അയച്ചു തരും. അത് നാളത്തേക്ക് നിങ്ങൾ ആൻസർ ചെയ്യണം. എന്നിട്ട് ആ നാളെ അതിന്റെ ഡിസ്കഷൻ ഉണ്ടാവും. അങ്ങനെ 20 ക്വസ്റ്റ്യൻ എന്തെങ്കിലും അതിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഒരു 10 ക്ലാസ് വരുന്ന സബ്ജക്ട് ആണെങ്കിൽ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് 200 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഇതിന്റെ ഈ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു 300 ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, 500 ക്വസ്റ്റ്യൻ വരെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് സ്ട്രാറ്റജി. അപ്പം ഇത് ഞാൻ ടെലിഗ്രാം ചാനലിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം നമ്മുടെ PCM ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രിലിംസ് കം മെയിൻസ് ക്ലാസ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മറ്റു ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നേടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും